9-ാമത്തെ തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ. വളരെ പരിചിതമായ വാക്യമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ സംഗീത പുസ്തകങ്ങളിൽ മെച്ചപ്പെട്ട പുസ്തകമാണ് ഉത്തമഗീതം. പാട്ടുകളുടെ പാട്ട്. ഈ പുസ്തകം എഴുതിയത് ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ വേദപുസ്തകത്തിലെ 66 പുസ്തകം, ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഈ 66 പുസ്തകത്തിലെയും പ്രതിപാദ്യ പുരുഷൻ നസറായനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഇത് സുവിശേഷ യോഗമായതുകൊണ്ട് പ്രാരംഭത്തിൽ എല്ലായിടത്തും പറയുന്നതാ. ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കാൻ 1-2 കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവമക്കളും വർഷങ്ങളായിട്ട് ആത്മീയ പാരമ്പര്യമൊക്കെ ഉള്ളവരാ. നിങ്ങളോടല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ബൈബിൾ പോലും ചിലർ കൊണ്ടുവന്നിട്ടില്ല, അറിയാവുന്നത് കൊണ്ടാണ്. ഇനി അഥവാ കൊണ്ടുവന്നാവട്ടെ തുറക്കുകയില്ല, കാരണം അറിയാവില്ല. പിന്നെ തുറന്നിട്ടും കാര്യം. പിന്നെ നിങ്ങളിരിക്കുന്നത് ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ഇനിയും തുറക്കുമൊന്നും വേണ്ട, കൊണ്ടുവന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പം എന്തായാലും നിങ്ങൾക്കിതെല്ലാം നന്നായിട്ട് അറിയാം. എങ്കിലും അറിയാത്തവരുടെ അറിവിന് സുവിശേഷ യോഗമായതുകൊണ്ട് ഇത് പറയണം. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്. എന്താണ് സുവിശേഷം? മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, ആളെ കൂട്ടുകല്ല, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളവും ബഹളവും മേളവും അല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ നസറയനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആ വാക്യം നമുക്ക് മനപാഠമാ. പൗലോസ്ലീഹ ആ കാര്യം പറഞ്ഞല്ലോ. ആ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. ദൈവത്തിന് മഹത്വം. വാക്യം കണ്ടോ സഹോദരിമാര്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്. അത് എന്റെ ഭാര്യയാ വായിക്കുന്നത്. മുന്നിൽ ഇരിക്കുന്നത് എന്റേതല്ല. പുള്ളി മിണ്ടുന്നുമില്ല. അപ്പം അത് ഞങ്ങളുടെ സഭയിലെ സാവു ബ്രദറിന്റെ വൈഫ റോസിലി. ഇവര് 3-4 പേരുണ്ട്, വാക്യം വായിച്ചു തരും. ചിലയിടത്ത് ചെല്ലുമ്പം എനിക്ക് വാക്യം വായിച്ച് തരികയല്ല. അത് അറിയാൻ മേലാഞ്ഞിട്ടോ വാക്യം വായിക്കുകയല്ലായിട്ടില്ല. മിക്കവരും പറഞ്ഞിട്ട് അയാൾക്ക് വിവരമൊന്നുമില്ല, അയാൾ എന്തെങ്കിലും വായി വരുന്ന വിളിച്ച് പറയും. വെറുതെ എന്തിനാ നാണം കിടന്നോടത്ത് ഒരു പാസ്റ്റർമാർ പോലും വായിച്ചു തരികയല്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, എനിക്ക് ബോധമില്ലാതായിപ്പോയി, എന്നാ ചെയ്യാനാ. പിന്നെ ശിവപാസ്റ്റർ ഇടയ്ക്ക് വായിക്കും. പുള്ളി പാടുകയും കൂടെ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അടുത്തടുത്ത് പോകുമ്പോൾ ഇപ്പൊ ഇവരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് മരിച്ചിട്ട് നിർത്തുകല്ല, ഉയർത്തെഴുന്നേറ്റെന്ന്. മറ്റു പലരെയും പേര് പറയുന്നത് മരിച്ചു, തീർന്നതോടെ. എന്നാൽ ഇതങ്ങനല്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അതാകുന്നു ദൈവത്തിന്റെ മഹത്വം. കല്ലറ തുറന്നവൻ വൈരികെ തകർത്ത്, കല്ലറ തുറന്നു വൻ വൈരികെ തകർത്തോ, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. രാജിത മകസെടുമാ മനുസുതനെ, രാജിത മകസെടുമാ മനുസുതനെ, രാജസമ്മാനിതനെ, രാജസമ്മാനിതനെ ശ്രീയേശുവേ
ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ എന്താണ് സുവിശേഷം? അത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തുകയല്ല, ഉയർത്തെഴുന്നേറ്റ അവൻ നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഇന്നും നാളെയും അതാ ഇവിടെ മുഴങ്ങുന്നത് സുവിശേഷം. സ്തോത്രം. അധികം വിവരിക്കുന്നില്ല. എന്തിനാ ഈ സുവിശേഷം? എന്തിനാ? മോനി ചെന്നിത്തല പാസ്റ്ററുടെ വയറ്റിപ്പഴപ്പിനല്ല, പുള്ളിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. സഹോദരങ്ങൾക്കും കണ്ടമാനം കാശ് കൂടിയത് കൊണ്ട് എന്നാ നമുക്കൊരു യോഗം വെച്ചേക്കാം. സ്തോത്രം. അവര് കർത്താവിന്റെ വേലയെ സ്നേഹിച്ചായി ഇത് ചെയ്യുന്നത്. വിശേഷിച്ച് അദ്ദേഹത്തിന്റെ അനുജത്തിമാര് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാശ് കണ്ടമാനം കൂടി ചെയ്യുന്നതല്ല. സുവിശേഷം എന്തിനാ? മതം മാറ്റാനല്ല, സഭ മാറ്റാനല്ല, സംഘടന മാറ്റാനല്ല. ആമൻ ബഹളവും മേളവും ഉണ്ടാക്കി 2 ദിവസം നമുക്കൊരു ഒരു ഓളം ഉണ്ടാക്കാം, എല്ലാവരും ആഘോഷിക്കല്ലയോ. അവിടെ പടക്കം പൊട്ടിക്കുന്നു, അവിടെ കതിന തീർക്കുന്നു, അപ്പുറത്ത് അടിച്ച് കിറുങ്ങി അവൻ നടക്കുന്നു, മറ്റവൻ പെരുത്ത് നിൽക്കുന്നു. എന്നാൽ നമുക്ക് പെരുക്കാൻ ഒക്കുകയില്ല, എന്നാ പിന്നെ ഇങ്ങനൊന്ന് പെരുപ്പിക്കാം. അല്ലല്ല. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. വായിച്ചോ തീത്തോസ് 2:11-12. അറിവുള്ള വാക്യമാ, മനപാഠമാ. എന്നിരുന്നാലും ഒന്ന് വായിച്ചോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെഴുത്ത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. അതെ, മൊത്തം വായിപ്പിക്കുന്നില്ല, വാക്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാനാ. സ്തോത്രം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാ, അല്ലാതെ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നത്. അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചേ, അങ്ങനല്ലേ പഠിപ്പിച്ചേ? അതെന്തോ സിദ്ധാന്തമാ? അവളും അങ്ങ് മറക്കുക. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. കുരങ്ങ് ആരാ? ബാഗുട്ടിച്ചാനാണോ പറഞ്ഞത്? എനിക്ക് തോന്നി, ഞങ്ങളുടെ സഹശുശ്രൂഷകന്. അപ്പോൾ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്ന ഒരു കൂനിക്കുരങ്ങ്, പിന്നെ ഇച്ചിരി പടം കാണിച്ച, പിന്നെ ഇച്ചിരി മുടുത്ത് ഇങ്ങനെ, അങ്ങനെ ആദ്യം ഇങ്ങനെ കുനിഞ്ഞൊരു കുരങ്ങ് ഇങ്ങനെ എങ്ങനെ നടക്കുക, പിന്നെ കൈ പൊക്കി വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു കുരങ്ങ്. പടം കണ്ടതല്ലേ? വലിച്ചു കയറി കപ്പലണ്ടി മുട്ടായി മേടിച്ചായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ ഇങ്ങനെ ഒരു കുരങ്ങ്, പിന്നെ പറഞ്ഞത് ഇങ്ങനെ കുരങ്ങാന്നാ പറയുന്നത്. ഇതാ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചത്, അതാ പഠിച്ചതും. അത് പഠിച്ചെങ്കിലേ മാർക്ക് തരുവുള്ളൂ. പക്ഷേ അത് ലോകത്തിന്റെ പഠിത്തമാ, സിദ്ധാന്തമാ. ആ ഒരു കാര്യം പറയാ, ഇത് സിദ്ധാന്തമല്ല, ദൈവത്തിന്റെ വചനമാ. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയ ആ വചനം ദൈവമാ. ഇന്ന് രാത്രി ഇത് സിദ്ധാന്തമല്ല ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ വചനമാ. ഉലകിലൊരുക്കി ശുദ്ധ ചെയ്ത വചനം, നിർമ്മല വചനം, തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം, അതിവേഗത്തിൽ ഓടുന്ന വചനം, അവ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം. ഇത് നിർമ്മല വചനമാ. ആമേൻ. വചനം തേനിലും തേൻകട്ടകിലും മധുരമുള്ളതാ. ഇത് പൊന്നിലും തങ്കത്തിലും വളരെ ആഗ്രഹിക്കത്തക്ക വചനം. ആ വചനത്തിന്റെ സത്യമാ പറയുന്നത്, സിദ്ധാന്തമല്ല. സിദ്ധാന്തമാ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നെന്ന്. പക്ഷെ അങ്ങനല്ല, ദൈവം സൃഷ്ടിച്ചതാ മനുഷ്യനെ. പിന്നെ ഞാൻ എപ്പോഴും പറയും, ചിലയിടങ്ങളിൽ ചെന്ന് യോഗത്തിനുള്ള ചിലരുടെ ഇരിപ്പും നോട്ടം കാണുമ്പം സിദ്ധാന്തം തന്നെ ശരിയെന്ന് തോന്നിപ്പോകും. അത് മലയാളത്തിലുണ്ട്, ഉൽപ്രേക്ഷ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ. അനിയത്തി മലയാളം എം എ അങ്ങാട്ടല്ലേ, വിൽസൺ പാസ്റ്ററുടെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യേ? അവിടെ എവിടെയെങ്കിലും കാണും. അതാ. അപ്പൊ അത് താൻ അല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി എന്ന് പറഞ്ഞാൽ അത് താൻ അല്ലയോ ഇത് എന്ന് പറഞ്ഞാൽ ചിലരുടെ ഇരിപ്പും നോട്ടം കാണുമ്പോൾ എനിക്ക് ഉൽപ്രേക്ഷയാണ്.
വന്നപ്പോൾ എനിക്കൊരു ഉൾപ്രേക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഉൾപ്രേക്ഷ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ചിലരെ കാണുമ്പോൾ ഇപ്പോൾ ഉൾപ്രേക്ഷ ഉണ്ട്. അത് താനല്ലയോ ഇത്. എൻ്റെ ഉൾപ്രേക്ഷ മാറ്റി വേണം ഇവിടുന്ന് വിടാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണ് കൊടിച്ച് മനുഷ്യനെ ഉണ്ടാക്കി. ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടിക, അതിനൊന്നും ഒരു അപാകതയില്ലെന്നുള്ളൊരു വിശേഷത. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് മനുഷ്യ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചതാ. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം. പരമവർഗ പൂജിത ഭാഗ്യ വിചിത്തമത ഒരു തോട്ടം ചമച്ച തിങ്കൽ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം വാര വിധം തീം യോജിതമൊന്നുകൊണ്ടു പിതുകൽപ്പന ചേട്ടം കന്നി പൂജിപ്പാനോ അരുതൻ അറിവിൻ മരമായതിനിഷ്ടം മാറുത്തും തൊന്നാൽ വരുമ മരണം എന്നല്ലൊരു നീക്കമില്ലെന്ന് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശതാൻ, വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. വനങ്ങളപ്പ കണ്ടിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറിൻ തുടച്ചത്തിൽ. വനങ്ങളപ്പ കണ്ടിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറിൻ തുടച്ചത്തിൽ. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അത് ഇന്ന് സമയം പോയത് കൊണ്ട് പാട്ടിന്റെ എല്ലാ വരികളും പാടുന്നില്ല. അപ്പോൾ സർവജ്ഞനായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ ആ സുവിശേഷം. സ്തോത്രം. അപ്പൊ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ദൈവത്തിന് മഹത്വം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കേണ്ടത്? വായിച്ചോ 49-ാം സങ്കീർത്തനം അതിന്റെ പ്രാരംഭവാക്യം. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? ഒരു വിഭാഗക്കാരോ, ഒരു സംഘടനക്കാരോ, ഒരു സഭക്കാരോ, ഒരു ഏരിയയിലുള്ളവരോ, ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ഉള്ളവർ മാത്രമല്ല കേൾക്കേണ്ട. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. സകല ആൾക്കാരും ഇത് കേൾക്കണം. ആ മനുഷ്യരായി പിറന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല ആൾക്കാരും കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതെന്തുവാ സുവിശേഷം? സുവിശേഷം നല്ല വാർത്ത, ഗുഡ് ന്യൂസ് എന്നാ. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഗുഡ് ന്യൂസ്. സ്തോത്രം. ഗുഡ് ന്യൂസ്. ന്യൂസിന്റെ സ്പെല്ലിങ് പറഞ്ഞ മോളെ അനാനി പറ, വേറെ ആരും പറ, പെട്ടെന്ന് പറ, എനിക്കറിയത്തില്ല. ആട്ടെ. ന്യൂസ്, NEWS. അതാ ന്യൂസ്. ന്യൂസ് എന്താ? ന്യൂസ്, നല്ല ന്യൂസ്. സുവിശേഷം, ഗുഡ് ന്യൂസ്. മാസികയുടെ കാര്യമല്ല പറഞ്ഞേ. സ്തോത്രം. ഗുഡ് ന്യൂസ്, നല്ല വർത്തമാനം, സദ്വർത്തമാനം, സുവിശേഷം. അതന്നെ. മറ്റു വാർത്തകളൊന്നും നമുക്ക് നല്ല സുഖം തരുന്ന വാർത്തയല്ല. ആണോ? അല്ല. ഒരു പയ്യനും പ്രിയപ്പെട്ടവളും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതെങ്ങാണ്ടേ ഉള്ളൂ. അപ്പൻ 2 പേരുടെ അപ്പന്മാര് 4 പേരും മരിച്ചു. ഇല്ലേ? അവിടെ മരിച്ചു. പൂങ്കാവ്. ഞാനും പോയി ഡെഡ് ബോഡി കണ്ടതാ. 4 ഡെഡ് ബോഡിയാണ് നിരത്തി വെച്ചിരുന്നത്. അതൊരു നല്ല വാർത്തയല്ല. അല്ല. കേൾക്കുന്ന വാർത്തകളെല്ലാം മനോഭീതി. ലോറി മറിഞ്ഞ് പുറത്തോട്ട് വീണു. നല്ല വാർത്തയാണോ? അല്ല. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നമുക്ക് മനോദുഃഖവും നിരാശയും വെപ്രാളവും നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന വാർത്തയാ. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല അധികം. ചെന്നിത്തല സഭയിൽ അടി നടന്നു. അത് നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. ഒന്നുകൂടെ നടന്നാൽ കൊള്ളാന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ കേട്ട വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥതയുളവാക്കുന്ന വാർത്ത. അപ്പനെയും അമ്മയും കൊണ്ട് അനാഥശാലയ്ക്ക് വിട്ടു. നല്ല വാർത്തയാണോ? മക്കൾക്ക് നല്ല വാർത്തയായിരിക്കും. അങ്ങനെ വിട്ടവരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും.
നല്ല വാർത്തയല്ല. ചേട്ടനും അനിയനും തമ്മിൽ മിണ്ടുകയല്ല, അതൊരു നല്ല വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയലത്തുകാരുമായിട്ട് അതിര് തർക്കം, അത് നല്ല വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകാനിരിക്കുക, എന്നാലും 1 സെന്റ് സ്ഥലം കൊടുക്കുകയല്ല, എല്ലാവരും പറക്കാനിരിക്കുക. എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു കേട്ടോ. ഇതൊന്നും നല്ല വാർത്തയല്ല. സഹോദരങ്ങളോട് മിണ്ടുകയല്ല, അതൊരു നല്ല വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച പിള്ളേരെ ഇട്ടേച്ച് ഒരുത്തൻ്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി. എനിക്കത് നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. പൊടിക്കുഞ്ഞുങ്ങൾ കരയുക, ഒന്ന് പാല് കുടിക്കുന്ന പ്രായം, അമ്മയുടെ മുലപ്പാല് കൊടുക്കേണ്ട സമയമാണ്, അവളത് ഇട്ടേച്ച് പോയി. നല്ല വാർത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയെ വെട്ടി നുറുക്കി, നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ഭർത്താവിൻ്റെ കൂടെ കട്ടിലേ കിടക്കുമ്പോൾ പുറപ്പിനടി കിടന്ന് വേറൊരുത്തിന് ഫോൺ ചെയ്തു, ഈ ഏരിയയില്ല, നല്ല വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോണിച്ചാഞ്ചിരിക്കുന്നു, വേറൊന്നും പറയുന്നില്ല. എന്തിനാ വെറുതെ നാളെ യോഗമുള്ളതുകൊണ്ട് അലോഗ്യം ഉണ്ടാക്കണ്ട. നല്ല വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 1-2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അയ്യോ ബേബിച്ചായിന് ക്യാൻസർ, നല്ല വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരെ ദൈവം സൗഖ്യമാക്കട്ടെ. ഇന്നയാൾക്ക് ബ്രെയിൻ ട്യൂമർ, അത് നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്ത മുഴുവൻ മനോദുഃഖമുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന വാർത്തകളാകുമ്പോൾ ഇത് ചെവിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാണ്. ചെവിക്കേ ഉണ്ണായി വാര്യർ പണ്ട് നളചരിതത്തിൽ പറഞ്ഞത്, ചലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം നാസാകുകരസര സൈരിഭം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. അപ്പൊ കേൾക്കുന്ന വാർത്തയല്ല, അസ്വസ്ഥതയാ. കൊടിയ കർണശൂലങ്ങൾ, ചെവിക്കകത്തൂടെ ശൂലം കുത്തി ഇറക്കുന്നത് പോലുള്ള വാർത്തകളാ കേൾക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ തിങ്ങി നിറയുന്ന ഈ ലോകത്ത് ചിലർക്ക് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുന്നതാ ഇഷ്ടം. എനിക്കൊരു സഹോദരൻ ഇറങ്ങി, അവനെ നല്ല വാർത്തയൊന്നും പറയല്ല, വന്ന് പറയുന്നില്ല, പറഞ്ഞ് സഭയിൽ അടിയായിരുന്നു, കസേരയ്ക്ക് അടിച്ചത്, അവനെന്ത് നല്ല വാർത്തയാ. എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. ദൈവമേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അടുത്ത പിറ്റേന്ന് വാർത്തയായിട്ട് വരിക, ലോറി മറിഞ്ഞ് 5 പേര് ചത്തു. അത് മുഖമൊക്കെ നല്ല പ്രകാശിച്ചാ പറയുന്നത്. ഇങ്ങനത്തെ വാർത്തകൾ അവന് ഈ ഫേസ്ബുക്ക് ആണെങ്കിലും എന്തുവാ വാട്സപ്പിലാണെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ അത് മിക്കവർക്ക് അയച്ചും കൊടുക്കും. എന്നാൽ ഇതിനടുത്തൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഇന്ന് വരെ അവൻ അയച്ചിട്ടില്ല. ഇത്ര പേര് സ്നാനപ്പെട്ടു സഭയോട് ചേർന്ന്, അവൻ അയക്കത്തില്ല. അയ്യോ ഇങ്ങനെയുള്ള കക്ഷികൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു. ആവശ്യമില്ലാത്ത വാർത്തകൾ പറയാൻ ആൾക്കാർക്ക് താല്പര്യം. അതെ, ഞാനൊരിക്കൽ തുരുത്തിക്കാട് ഒരു കൺവെൻഷന് പ്രസംഗിച്ച് ചെന്നപ്പോൾ നമ്മുടെ ഒരു ഉപദേശിയ പ്രായമുണ്ട്, നടക്കാനും കെപ്പും കടയൊന്നും ഇല്ല, എന്നാലും പുള്ളി ഇങ്ങനെ പമ്മി നിൽക്കുക. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കാ മറ്റേ കാര്യം എന്തുവായെന്ന് ഞാൻ ചെയ്യുന്ന. അതേ എനിക്ക് ഈ ചെറിയ ഫോണായതുകൊണ്ട് ഒന്നും അറിയാൻ ഒക്കുന്നില്ല. അപ്പം ഞാൻ വലിയ ഫോണും മേടിച്ചു കൊടുക്കണം, വാർത്തയും പുള്ളിയോട് അത് നിൽക്കാൻ പോലും കെപ്പും കടയില്ല. മുതുക്കനാ, എന്നാലും നല്ല വാർത്ത കേൾക്കാൻ താല്പര്യമില്ല അല്ലേ? ഇവിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല വാർത്ത ഒന്നേയുള്ളത് സുവിശേഷമാ. ആർക്കും കേൾക്കാം, എവിടെ വെച്ചും കേൾക്കാം, ആരോടും പറയാം, ആർക്കും കേട്ടിരിക്കാം, ആർക്കും അസ്വസ്ഥത വരത്തില്ല. ഈ വാർത്ത കേട്ടാൽ നിനക്ക് വിടുതലേ ഉണ്ടാകൂ. അതാ സുവിശേഷത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ മഹത്വം. കൂടുവിൻ സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാനോടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനമൊത്തെല്ലാരും നിന്നിടുവിൻ, വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് ബേഗ് സന്തോഷമേ. ഇടിക്കണം പേയും തോട്ടന ഇടിക്കണം, ജാതി ഭേദങ്ങൾ
മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുവിൻ കൊടി ഘോഷത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അത് വേഗം സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല വാർത്തയൊന്നതേ ഉള്ളൂ, സുവിശേഷമാണ്. ആർക്കും കേൾക്കാം, ഏത് വ്യക്തിക്ക് കേൾക്കാം, എവിടെ വെച്ചും കേൾക്കാം. മരണ വീട്ടിലും പറയാം, വിവാഹ ശുശ്രൂഷയിലും പറയാം, വീട് ഗൃഹപ്രവേശനത്തിലും പറയാം, അവൻ വഴിവെക്ക് നിന്ന് പറയാം, അവൻ സ്തോത്രം പള്ളിക്കകത്ത് പറയാം, അവൻ മുക്കിന് നിന്ന് പറയാം, അവൻ സ്തോത്രം കുന്നിന്റെ മുകളിലോ താഴ്വരയിലോ അവൻ പീഡികത്തിണ്ണയിലോ എവിടെ ഇരുന്നും പറയാൻ പറ്റുന്ന ഒറ്റ വാർത്തയുള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷമാണ് ദൈവം അനുവദിച്ചാൽ ഇന്നും നാളെയും ഇവിടെ മുടങ്ങി കേൾക്കുന്നത്. ഇത്രയും പേര് വന്നല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാളെയും വന്ന് ഇത് കേൾക്കുവാൻ ദൈവമേർക്ക് കൃപ നൽകട്ടെ എന്ന് ഇന്ന് രാത്രി വീണ്ടും പ്രാർത്ഥിക്കുക. അതിന് മുഖാന്തരമായി കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും ദൈവം അതിനെ മുഖാന്തരമാക്കി ദൈവം നിങ്ങളെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സന്തതികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെ ഉയർത്താൻ പറ്റുന്നതൊന്ന് സുവിശേഷമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഞാൻ ഇത്രയും വരെയൊക്കെ ആരാ സ്റ്റേജ് ഇട്ടെ? സ്റ്റേജ് ആരാ ഇട്ടെന്ന് ഇവിടെ ഉണ്ടോ? അതോ ഉമ്മ വീണതുപോലെ ഞാൻ വീഴുവോ? ഓ, അതറിയണം. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അപ്പുറത്ത് പോകരുതെന്നുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. എന്നാലും ഇത് അറിയണമല്ലേ, എന്നെ അറ്റത്തെങ്ങാനും ചവിട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എല്ലാവരും കേൾക്കാൻ പറ്റുന്നതാണ്. ഓടിച്ച് മുമ്പോട്ട് പോ. അത് എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ ജാതിയൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാ. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞത്. പെന്തിക്കോസിലും അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. ഇതിനകത്തും ഇരിപ്പുണ്ട്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഉണ്ടെന്ന് ഇല്ലെന്നൊന്നും നിങ്ങൾ പറഞ്ഞ് അങ്ങനെ തടി തപ്പാനൊന്നും നോക്കണ്ട. ഉണ്ട്. ഒറ്റ ഒരുത്തന്റെ സന്തതിയായിരിക്കുന്ന മുഴുവൻ. അങ്ങനെ ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ദൈവത്തിന് മഹത്വം. പിന്നെ മനുഷ്യനെ ഇങ്ങനെ ഭാഷയും ജാതിയൊക്കെ ആക്കി 11 ഭാഷയെല്ലാം കൂടെ കലങ്ങി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിരിഞ്ഞു, പിന്നെ പരുവക്കേടായി. ഈ പരുവത്തിനൊക്കെ ആയിരിക്കുന്നത് മനുഷ്യൻ ഒപ്പിച്ചു വെച്ച വിന കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇനി ഒരു ജാതിയാകും. ദൈവത്തിന് മഹത്വം. ഇനി ഒരു ജാതിയാകും. ദൈവത്തിന് മഹത്വം. വേട്ടമല്ല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. നിങ്ങൾ ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായ്കയാൽ അതിനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായ്കയാൽ അതിനോട് തുല്യരാകും. ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ശാലമിന് അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലമിന് അനുഭവം. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനായി ഈ സ്പർദ്ധ, ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒറ്റ ഒരുത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന സകലയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ലോകത്തിലുള്ള സകല മനുഷ്യനും. അപ്പൊ എങ്കിൽ മനുഷ്യനെ തരംതിരിച്ചത് കൊണ്ട് പറയുക, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട വാർത്ത സുവിശേഷമാണ്. ഒരു കാര്യത്തോടെ പറഞ്ഞാൽ ഭാഗമിട. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ഒരു വാക്യം വായിച്ചോ, ലൂക്കോസ് 2:10. ഒത്തിരി വായിപ്പിക്കണമെങ്കിലും തെളിവിന് ഓരോന്ന് മതിയല്ലോ. ലൂക്കോസ് 2:10. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു ദൂതനോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം കേട്ടാൽ സർവ്വജനത്തിന് സന്തോഷം ഉണ്ടാകും.
ഇന്ന് രാത്രി നിരാശയുടെ പടുകുടിയിൽ, പാപത്തിന്റെ പടുകുടിയിൽ അവൻ തീരാവ്യാധികളാൽ, മാറാ രോഗത്താൽ, നിരാശയുടെ അവന്റെ ആഴത്തിൽ കിടക്കുന്ന ആരെങ്കിലും അവൻ ഈ സുവിശേഷം കേൾക്കുന്നെങ്കിൽ നിന്റെ നിരാശ മാറ്റി, തകർച്ച മാറ്റി, സന്തോഷത്തിന്റെ അവൻ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതാ ക്രിസ്തു, ദൈവത്തിന്റെ മഹത്വം. സർവജനത്തിന് ഉണ്ടാകുവാനുള്ള വായിച്ചേ, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബഹു ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ശ്രദ്ധിക്കുക, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, അതാ സുവിശേഷം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവർക്കും സന്തോഷമാണ്. ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണഗണങ്ങൾ ഒത്തിരി ഉണ്ട്. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? ഒരു വാക്യം ഒന്ന് വായിച്ചോ. മർക്കോസിന്റെ സുവിശേഷം എന്നിടത്തെ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം ഒന്ന് വായിച്ചേ. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ ഗുണം ഉണ്ടാകും? സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുവാ? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന്. സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം 50 കൊല്ലമായിട്ട് കേട്ടേച്ചിരിക്കുക, പക്ഷെ ഒരു മാനസാന്തരവും. 60 കൊല്ലമായിട്ട് ഇതിനകത്ത് വന്ന ആൾക്കാരുണ്ട്, മാനസാന്തരം ഒന്നും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നും, സ്വന്തം സഹോദരന് കൈ പോലും കൊടുക്കുന്നില്ല, ചേട്ടനും അനിയനുമാ, കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല. ഒരാൾ ചർച്ചക്കോടും ഒരാൾ IPC. ഇളയ പുള്ളിയോടും താല്പര്യം, പുള്ളി TPM-ൽ, ഒരെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. എന്നെയല്ല, പിന്നെ എനിക്ക് ഉൾപ്രേക്ഷ വരുന്നു. സുവിശേഷം കേട്ടാൽ നടക്കുന്ന സംഭവങ്ങളാ മാനസാന്തരം ഉണ്ടാകുമെന്ന്. എന്തുവാ ഈ മാനസാന്തരം? ഒറ്റവാക്കി പറഞ്ഞാൽ മാനസാന്തരം തിരിച്ചു വരവാ. തിരിച്ചു വരണം, തിരിയണം. ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം, ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, 3:19 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3:19 പെട്ടെന്നൊന്ന് വായിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. തിരിഞ്ഞുകൊള്ളണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ തിരിയും. ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകും. തിരിയണം. നമ്മളെല്ലാവരും തിരിക്കാൻ മിടുക്കരാ, പക്ഷെ നമ്മൾ തിരിയത്തില്ല. നമ്മൾ നന്നായിട്ട് പിന്നെ വർഷങ്ങളാണ് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നിത്തലയിൽ ഒത്തിരി പേരെ തിരിച്ചു, കോടുകുളഞ്ഞിൽ ഒത്തിരി പേരെ തിരിച്ചു. ചില കീർവാണം പറയലേ, എൻ്റെ ശുശ്രൂഷയിൽ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇത്ര പരസ്യയോഗം നടത്തി, ഞാൻ കാസർഗോഡിന്റെ അങ്ങേ അറ്റം മുതൽ ഉപ്പള മുതൽ കന്യാകുമാരിയുടെ മുനമ്പ് വരെ. നല്ല കാര്യമാണ്. ഞാൻ എല്ലാ വർഷവും 21 ഇരിക്കും, സമാധി ഇരിക്കും പോലെ ഇരിക്കുക. അപ്പുറത്തുകാരനോട് മിണ്ടുകയല്ല, അയലത്തുകാരനോട് മിണ്ടുകയല്ല. നീ ചുമ്മാ ഇങ്ങനെ ചെറുകോറിലെ പുള്ളി ഇരിക്കും പോലെ അല്ലേ പോകുമ്പോ കണ്ടിട്ടില്ലേ? എന്തിനു നീ ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കുന്നത്? അവിടെ പറയുക ഉപവാസമാണ്. അടുപ്പിൽ പോലും കത്തിക്കല്ല എന്ന് പറഞ്ഞാൽ വരുന്നവന് പോലും ഇച്ചിരി വെള്ളം കൊടുക്കുകയല്ല. അവനും നടന്നിരിക്കുക. അവനിന്ന് പ്രാഗുക, പ്രാർത്ഥിക്കൊന്നുമില്ല. ഈ മുടിഞ്ഞവൻ്റെ വീട്ടിൽ വന്നിട്ട് തൊണ്ട ഉണം കടിച്ചിട്ട് വെള്ളം പോലും. എന്തിനങ്ങനെ ഇരിക്കുന്നു? എനിക്ക് മൈക്ക് സുഖമാകുന്നില്ല മോനെ, എനിക്ക് സുഖമാകുന്നില്ല. അതെന്താ എനിക്ക് പറയാൻ അറിയാൻ മേല. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. ആ പരുവത്തിന് നിൽക്കട്ടെ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നാളെ അത് നികത്തണേ. ഇന്നിപ്പം ആദ്യ ദിവസമല്ലേ.
മാനസാന്തരം ഉണ്ടാകണം, ഒരു തിരിച്ചു വരവ്, തിരിഞ്ഞു വരവ്. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. 26-ന്റെ അപ്പോസ്തലപ്രവൃത്തി 26-20 കൂടെ ചേർത്തൊന്ന് വായിച്ചോ. 26-20. ആദ്യം ദമസ്കസിലും യെരുശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതായി മാനസാന്തരം. നേരത്തെ വഴി, നേരത്തെ രീതി, ചിട്ട, സംസാരം, ജീവിത ചര്യ അതൊന്നും ഇനി പാടില്ല. തിരിഞ്ഞു വരണം. എന്തോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എബൌട്ടാണെന്നാണോ? ഇരിക്കട്ടെ, തെറ്റുകാരനെ അങ്ങ് ക്ഷമിക്കണം. ഇംഗ്ലീഷൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ പറയാൻ ആഗ്രഹമാണ്. പണ്ട് ഞങ്ങളുടെ ഒരു സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ അനിയത്തിയും കൂടെ പോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ചേട്ടത്തി വെളിയിൽ നിൽക്കുക, അനിയത്തി ആ പ്രഗ്നൻ്റ്, അവൾ ടൈമായി. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, എടീ സിസ്റ്ററെ, കൂടെ നിന്ന് സിസ്റ്ററോട് പറഞ്ഞു ലേബർ റൂമിലോട്ട് കൊണ്ടുപോക്കാളാൻ. അപ്പോൾ ഇവള് പയ്യെ ഇറങ്ങി വന്നപ്പോൾ ചേട്ടത്തി ചോദിച്ചു, എന്തോ പറഞ്ഞെടി? ഡോക്ടർ പറഞ്ഞു ലൈബ്രറിയിലോട്ട് പൊക്കോളാൻ. എന്നാൽ അവൾ ചോദിച്ചു, നീ എന്നെ വായിച്ചു പഠിക്കാൻ വന്നാന്നോ എന്ന് പറഞ്ഞ പോലെ എനിക്കും അങ്ങ് തെറ്റുക. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു സഹോദരി, പേര് പറയുന്നില്ല, എന്തുവാ എന്തുവാന്ന് ഇന്ന് ഒരു ദിവസം പശുവിനെ വഴി കെട്ടാന്ന നോക്കട്ടെ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പറയാൻ എന്നെ പോലെ ആഗ്രഹമാണ്, പക്ഷേ എന്നെ പോലെ തന്നെ അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ ഉപ്പാപ്പനൊരു സംസാരിച്ചപ്പോൾ ഉപ്പാപ്പനൊരു കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, രമണൻ പറഞ്ഞ അഗിഡിയ നല്ലതാന്ന് പറഞ്ഞു. അഗിഡിയ എന്ന് പറഞ്ഞതാ രമണൻ്റെ അഗിഡിയ എന്ന് പറഞ്ഞ പോലെ ഞാനും അറിയത്തില്ല. തെറ്റുകാരനെ ഞങ്ങൾ ക്ഷമിക്കുക, താല്പര്യമുള്ളതുകൊണ്ടങ്ങ് പറയുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തിരിച്ചു വരണം. പണ്ടത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ, പാരമ്പര്യങ്ങൾ, മാമൂലുകൾ അതെല്ലാം വിടണമെന്ന്. അതായി മാനസാന്തരം. മദ്യപാനം, മെടുക്കൂത്ത്, ലഹരി പദാർത്ഥങ്ങള്, പാപം, തെറി പറയുന്നല്ലാതെ അടി, പിടി, കേസ്, കോടതി, വഴക്ക് ഇതെല്ലാം വിടണം. വിട്ടച്ച് തിരിഞ്ഞിഞ്ഞു വരണം. അതാ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടവരുണ്ടെങ്കിൽ കൈ ഒന്ന് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കൈ പൊക്കണം. കൈ പൊക്കുന്നവരെ അടുത്തിരിക്കുന്നവരൊന്ന് നോക്കുകയും ചെയ്യണം. ചുമ്മാ പൊക്കരുത്. ചുമ്മാ കൈ ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഡ്രില്ല് കളിക്കും പോലെ കളിക്കരുത്. ഈ വിധത്തിൽ തിരിഞ്ഞു വന്നവര് അവര് ഒരു ഹല്ലേലൂയ കൈ പൊക്കി പറ, ഞാൻ കണ്ണടയ്ക്കാൻ നോക്കുകയല്ല. നിങ്ങൾ കൈ താക്ക്, ഞാൻ കണ്ണൊന്ന് തുറക്കട്ടെ. തിരിച്ചു വരവ്, അതാ മാനസാന്തരം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലായിന്ന് KSRTC ബസ്സേ കയറി നമ്മുടെ കായംകുളത്തിന് ഇപ്പുറം ചെട്ടുകുളങ്ങര അമ്പലത്തിനപ്പുറം ഒരു സ്റ്റോപ്പുണ്ട്, ഈരേഴ. അവിടെ ഒരു വീടുണ്ട്, വലിയ വീട്ടിലെ ലീലാമാമ. അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവുക. അപ്പം ഞാൻ ബസ്സേ കയറി, രാവിലെ കയറിയതാ. അപ്പം വേറൊരു വീട്ടിൽ കയറി വെച്ച് വേണം, അന്ന് വണ്ടിയൊന്നുമില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല. അതുകൊണ്ട് രാവിലെ ഇറങ്ങി ബസ്സേ കയറി. അപ്പോൾ ഞാൻ ആ കണ്ടക്ടർ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കുന്ന സൈഡിൽ, അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ കൊടുക്കാനും ഒക്കെ പോകുമ്പോൾ അവിടെ ഫ്രീ, എനിക്ക് ഇഷ്ടം അവിടെ ഇരുന്നു. അപ്പം എൻ്റെ തൊട്ട് മുൻപിലെ ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നിരുന്നു. ഉദ്ദേശം ഒരു 10-80 കാണുമായിരിക്കാം. ഇപ്പം അങ്ങനെയൊന്നും പറയാനും ഒക്കത്തില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 80 70 അറിയത്തില്ല. നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു, അങ്ങനെയൊക്കെയല്ലേ ഇപ്പം സംസാരം. അതുകൊണ്ട് ഉദ്ദേശമാണ്. അപ്പം ഇദ്ദേഹം വന്ന് ഫ്രണ്ടിലിരിക്കുക. കണ്ടക്ടർ വന്നപ്പം അപ്പം എവിടെ ഇറങ്ങാനാ? അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് പുത്തോളപ്പടി ഇറങ്ങണം, ഇവിടെ പുത്തോളപ്പടി. സാറേ സ്റ്റോപ്പ് ആകുമ്പോൾ പറയണം. കണ്ടക്ടർ പറഞ്ഞ് പറയാം. ടിക്കറ്റും കൊടുത്ത് കാശും അപ്പച്ചൻ കൊടുത്തു. വണ്ടി തിരുവല്ലയിൽ നിന്ന് അങ്ങോട്ട് വിട്ടപ്പം രാവിലത്തെ യാത്ര, അപ്പച്ചൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തല നിറച്ച് എണ്ണ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആ വണ്ടിയെ കയറിയത്. അപ്പം സൈഡ് സീറ്റ് ഇരിക്കുന്ന നല്ല കാറ്റ്, തല തണുത്തിരിക്കുക.
അപ്പം ഈ കാറ്റും വണ്ടിയുടെ ആ പോക്കും ഒറ്റയ്ക്കുള്ള ഇരിപ്പും എല്ലാം കൊണ്ടാകുമ്പം അപ്പച്ചൻ അങ്ങ് മയങ്ങി ഉറങ്ങി. പിന്നെ ആൾക്കാർ അങ്ങോട്ട് ധാരാളം പൊടിയാടിയെന്നും പുളിക്കീടിന്നും മാനാറിന്നും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റോറുമൂക്കിൽ നിന്നുമൊക്കെ കയറി. അപ്പം ആള് തള്ളിയപ്പം കണ്ടക്ടർ അങ്ങ് മറന്നുപോയി അപ്പച്ചൻ ഇറങ്ങേണ്ട സ്ഥലം. അപ്പച്ചൻ മയങ്ങുകയും ചെയ്തു. അപ്പം പുത്തുവിളപ്പടിയും കഴിഞ്ഞ് സ്റ്റോറുമുക്കും ഒക്കെ കഴിഞ്ഞ് കോയിക്കമുക്കും കഴിഞ്ഞ്, കോയിക്കമുക്കല്ലേ ആയി കഴിഞ്ഞ്, ഞാൻ തെറ്റിക്കോട്ടെന്ന് ഓർത്താണോ? അപ്പം കോയിക്കമുക്കും കഴിഞ്ഞ് പുത്തുവിളപ്പടിയും കഴിഞ്ഞ് കല്ലുമൂടും കഴിഞ്ഞു. കല്ലുമൂട് കഴിഞ്ഞ് വളവ് കഴിഞ്ഞ് ചെറുകോൽ അടുക്കാറായപ്പം കാരായ്മ അടുക്കാറായപ്പം അപ്പച്ചൻ കണ്ടു തുടങ്ങി. നോക്കിയപ്പോൾ കാരായ്മയായി. എവിടെ ആയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാരായ്മയാകുന്നു. ഉടനെ അപ്പച്ചൻ അങ്ങ് ചോദിച്ചു, അടിക്ക് സാറേ എന്ന് പറഞ്ഞു. ബെല്ലടിക്കാൻ പറയുക പുള്ളി അടിച്ചപ്പം വണ്ടി എങ്ങും അല്ലാത്ത സ്ഥലത്താണ് നിർത്തിയത്. ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റ് വന്ന് പറയാ, അപ്പച്ചൻ്റെ പ്രകൃതി അങ്ങ് മാറി. എടോ തന്നോടല്ലോടോ ഞാൻ പറഞ്ഞത് എന്നെ പുത്തുവിളപ്പടി ഇറക്കണം. ഇപ്പൊ പുത്തുവിളപ്പടിയും പറഞ്ഞ് കല്ലും മൂടും കഴിഞ്ഞ് കാരാമ അടിച്ചു, ഞാൻ എന്തോ ചെയ്യും തന്നോടല്ലേ പറഞ്ഞ്. കണ്ടക്ടർക്ക് അബദ്ധമായിരുന്നത് പുള്ളിയൊന്നും മിണ്ടിയില്ല. വളരെ ബുദ്ധിയുള്ള ആളാ, മിണ്ടാതിരുന്നു. ഇറങ്ങ് അപ്പം വണ്ടിക്കകത്തിരുന്ന് അപ്പച്ച അപ്പച്ച ഇറങ്ങാം. പിന്നെ ഇറങ്ങാതെ പിന്നെ ഇതിനകത്തിരിക്കാൻ പോവാന്നോ എന്നൊക്കെ വെച്ച് പുള്ളി അങ്ങ് ഇടഞ്ഞിച്ചേ ഈ ഇത് പിടിച്ചങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പുള്ളി തിരിഞ്ഞ ഒന്നുകൂടെ കണ്ടക്ടറോട്, എടോ ഞാനിനി പുറകോട്ട് നടക്കണമല്ലോടോ. പുള്ളി ഇറങ്ങി മാറിയപ്പം ബെല്ലടിക്കുന്നതിന് മുന്നേ കണ്ടക്ടർ അപ്പച്ചനോട് പറയാ, അപ്പച്ച ഈ 19 വയസ്സായ സമയത്ത് തുരുതുരുന്ന് വണ്ടി വരുന്ന ഈ റോഡിൽ കൂടെ അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കണം. ഇതാ മാനസാന്തരം. തുരുതുരുന്ന് വണ്ടി വരുന്ന ഈ മെയിൻ റോഡിൽ 80 വയസ്സുള്ള അപ്പച്ചൻ പുറകോട്ട് ഒരു കാരണവശാലും നടക്കരുത്. അപ്പച്ചൻ നടക്കേണ്ടത് തിരിഞ്ഞേച്ച്. അതാ മാനസാന്തരം. തിരിഞ്ഞു. അങ്ങനെയല്ലേ വായിക്ക് ഇയോടി അത് മടക്കിയോ? 3:19. അതുകൊണ്ട് രാജാവേ, ഞാൻ സ്വർഗീയദേശത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാ മാനസാന്തരം. നീ നേരത്തെ പോയ വഴിയിൽ കൂടെയും പാറയിൽ കൂടി നടക്കരുത്. നീ തിരിഞ്ഞേച്ച് ദൈവത്തിങ്കിലേക്ക് വരണം. സുവിശേഷം കേട്ടാലുള്ള സാധ്യതകൾ അതാ മാനസാന്തരം ഉണ്ടാകും. ദൈവത്തിന് മകത്ത് എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. മാത്രമാണോ വഷളത്വം വിടണം. 8:21 അപ്പോസ്തല പ്രവൃത്തി. അറിവുള്ള വാക്യവും ഭാഗമായതുകൊണ്ട് വിസ്തരിക്കണ്ടല്ലോ, വായിച്ചോ. 8:21. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ്ക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്കും പങ്കും ഓഹരിയുമില്ല. ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. പിന്നെ നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് കാശുള്ള ശീമോന. പത്രോസും പൗലോസും പത്രോസൊക്കെ കൈവെക്കുമ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിക്ക് നെടല് തട്ടുമ്പോൾ രോഗി സൗഖ്യമാകുക. അപ്പോൾ ഇയാൾക്ക് ഇച്ചിരി കാശുള്ള പുള്ളി കാശുമായിട്ട് പറഞ്ഞ് കാശ് പിടിച്ചോ, ഞാൻ ആരുടെയും കൈവച്ചാൽ. അത് ഷിമോൻ ഒരുക്കിയ വഴി. അതിന് വേദ പഠിതാക്കൾ, എനിക്ക് നമ്മളെ PG മാത്യു സാറാന്നോ ആരോ പഠിപ്പിച്ചപ്പോൾ അതിന് പറഞ്ഞത് സൈമണി എന്നാ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് കൂട്ടിരിക്കട്ടെ, തെറ്റിയോ? സൈമണി. ഇരിക്കട്ടെ. നിങ്ങളുടെ ഇരിപ്പുണ്ട് ഇയാൾ എന്തിനാ ഇംഗ്ലീഷൊക്കെ പറയുന്നതായിരിക്കും. ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക. സൈമൻ ഒരുക്കിയ വഴിയാ. കാശ് കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. ഭൗതിക വസ്തുക്കൾ കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. ആടിനെയും കോഴിയെ ഏത്തക്കൊലയും പൂവൻകൊലയും എണ്ണയും തിരിയും സ്തോത്രം കൊടുത്ത് സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുത്ത് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒറ്റ വഴി, ഒറ്റ മാർഗ്ഗം യേശു ക്രിസ്തു മാത്രം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ
വേറൊരു രക്ഷകനികത്തിൽ ഉണ്ടോ മനമേ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ